വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പച്ചപ്പാർന്ന് പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളെപ്പോലെ തന്നെ സ്വർണ്ണവർണ്ണ നിറത്തോടുകൂടി വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചയാണ്. ഇന്ന് അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തനങ്ങളിലൂടെ നമുക്ക് കൂടുതൽ വിളവുൽപാദിപ്പിക്കാൻ കഴിയും. എന്നാൽ നെൽപ്പാടങ്ങളിലെ കീടബാധയും പലതരം രോഗങ്ങളും നെൽകൃഷിയെ ഗുരുതരമായി ബാധിക്കാറുണ്ട്. സാധാരണയായി കണ്ടുവരുന്ന തണ്ടുതുരപ്പൻ, ഇലചുരുട്ടിപ്പുഴു എന്നിവയുടെ ആക്രമണം തടയാൻ രാസകീടനാശിനികൾ ഉപയോഗിക്കാതെ തന്നെ ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളിലൂടെ നമുക്ക് അവയെ നിയന്ത്രിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ജൈവ കീട നിയന്ത്രണോപാധിയാണ് ട്രൈക്കോ കാർഡുകൾ. ഇന്ന് വയലും വീടും പരിപാടിയിൽ നെൽകൃഷിയിൽ ട്രൈക്കോ കാർഡിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ നിർമ്മാണത്തെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരാനായി കൂടെയുള്ളത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ കൃഷി ഓഫീസർ മൃദുൽ വിനോദാണ്. സ്വാഗതം സർ. നമസ്കാരം. ഏതൊരു കൃഷിയെ ഇറക്കിയാലും ചെടിയൊന്നും ആയി വരുമ്പോൾ തന്നെ അതിനെ ആക്രമിക്കുന്ന പലതരം കീടങ്ങളുണ്ട്. പ്രകൃതിയാലുള്ളത് തന്നെയാണ്, നമുക്ക് സഹായകമാകുന്നതുമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൃഷിയെ ദോഷമായി ബാധിക്കുന്നതുമുണ്ട്. പക്ഷെ പലപ്പോഴും കർഷകർക്ക് ഇതിലേതാണ് നമുക്ക് സഹായകമായി നിൽക്കുന്നത്, അതായത് മിത്രം ഏതാണ് ശത്രു ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാറില്ല. അപ്പം നെൽകൃഷിയുടെ ഗണത്തിലേക്ക് വരുമ്പോഴും നെൽകൃഷിക്കും ഇതുപോലുള്ള കീടരോഗബാധകളുണ്ട്. അപ്പോൾ അവയെ ജൈവികമായിട്ട് നിയന്ത്രണ ഉപാധികൾ ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. ഇതിൽ നെൽകൃഷിയെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള കീടങ്ങൾ ഏതൊക്കെയാണ്? നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ കൃഷിയെപ്പോലെയും ധാരാളം ശത്രുപ്രാണികളും മിത്രപ്രാണികളും നെൽകൃഷിയുടെ ആവാസ വ്യവസ്ഥയിലും ഉണ്ട്. അതിൽ തന്നെ ശത്രുപ്രാണികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയേണ്ട രണ്ട് പ്രാണികളാണ് തണ്ടുതുരപ്പൻ പുഴുവും അതുപോലെ ഓലചുരുട്ടിപ്പുഴുവും. പ്രത്യേകിച്ച് തണ്ടുതുരപ്പൻ പുഴു വലിയ രീതിയിൽ തന്നെ നെൽകൃഷിയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രാണിയാണ്. അവയുടെ ശലഭം നെൽച്ചെടിയുടെ ഇലകളിൽ മുട്ടയിടുകയും ആ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ചെടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ വളർച്ച അഗ്രം അല്ലെങ്കിൽ ഗ്രോയിങ് ടിപ്പ് എന്ന് പറയും, അവിടെ തിന്ന് നശിപ്പിക്കുകയും അതുവഴി നെൽച്ചെടിയുടെ വളർച്ചയും അതുപോലെ തന്നെ വിളവിനെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതെ. ഇലചുരുട്ടിപ്പുഴുവിനെ നമുക്ക് നെല്ല് കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഈ ഓല ചെറുതായിട്ട് മടങ്ങി അതിന്റെ സൈഡ് അതിനകത്ത് പുഴു ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ സൈഡ് നമുക്ക് ഓലകളിൽ ഇങ്ങനെ വെളുത്ത പാടുകൾ കാണാൻ പറ്റും. ഇത് സ്ക്രേപ്പ് ചെയ്ത് കഴിക്കുന്നതാണ്, അതിന്റെ ഹരിതകം സ്ക്രേപ്പ് ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ പ്രാണികളെ കാണാൻ പറ്റും. പ്രാണികളെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ പുഴുക്കളെയൊന്നും നമുക്ക് അങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ആക്രമണം ഉണ്ടായി നമ്മൾ അറിയുന്നത് ഒരുപക്ഷെ വിളവിനോട് അടുക്കുന്ന അല്ലെങ്കിൽ കതിര് വരുന്ന സമയത്തേക്കായിരിക്കും നമുക്കത് മനസ്സിലാവും. കാലയളവ് കഴിഞ്ഞു പോകും. പക്ഷേ അത് സ്വാഭാവികമായിട്ടും ഓലചുരുട്ടിപ്പുഴുയുടെ ആക്രമണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ തണ്ടുതുരപ്പിന്റെ ആക്രമണം അതോടുകൂടെ സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട്. രണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. രണ്ടും മിക്കവാറും എല്ലാ കാലാവസ്ഥയിലും നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണത്. ഒരു ചെടി നമ്മൾക്ക് കാണുമ്പോൾ ഇതിൽ തണ്ടുതുരപ്പൻ ബാധ ഏറ്റിട്ടുണ്ടെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതിന്റെ കതിര് വരുന്ന സമയത്ത് അതിൽ വെള്ളക്കതിരുകൾ വരുന്ന ഒരു പതിരായി പോവുക, കംപ്ലീറ്റ് ആയിട്ട് പതിരായി പോകുന്ന എന്നൊരു സംവിധാനം ഉണ്ട്. അത് തീരെ ഒന്നും ഗ്രെയിൻസ് ഉണ്ടാവില്ല, ഫുള്ള് വെള്ളക്കതിരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അത് തണ്ടുതുരപ്പന്റെ ആക്രമണം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അല്ലാതെ നമ്മൾ കാണാറുണ്ട്
ചിലപ്പോൾ നെൽച്ചെടി കരിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലോട്ട് വരിക. അത് ഏതെങ്കിലും പോഷകങ്ങളുടെ കുറവാണോ അല്ലെങ്കിൽ ഫംഗസ് പോലെയുള്ളതിന്റെ ആക്രമണമാണോ? അത് പോഷകങ്ങളുടെ കുറവുകൊണ്ടും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഫംഗസ്, ബാക്ടീരിയ പോലുള്ള അതുകൊണ്ടുള്ള ഇലകരിച്ചിലും ഓലകരിച്ചിൽ തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരാറുണ്ട്. സാധാരണ ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു കീടബാധ ഏൽക്കുകയാണെങ്കിൽ കീടനാശിനി വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നത് മൂലം അല്ലെങ്കിൽ നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ മണ്ണിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുകയും അതുപോലെ നമുക്ക് ആവശ്യമുള്ള പല കീടങ്ങളും അവിടെ ഉണ്ടാവും, അതെല്ലാം നശിച്ചു പോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തുക എന്ന രീതിയിലാണോ ഈ ട്രൈക്കോ കാർഡുകൾ രംഗത്തേക്ക് വന്നത്? അത് സത്യം പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ടെക്നോളജിയാണ്. പക്ഷേ പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഉള്ളത് കൊണ്ടായിരിക്കാം അത് കർഷകരുടെ ഇടയിൽ അത്രമാത്രം പോപ്പുലറൈസ് ചെയ്യപ്പെടാതിരുന്നതിന്റെ കാരണം. കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഈ പ്രശ്നങ്ങൾ വരും. ഈ ഓല ചുരുട്ടിയും തണ്ടുതുരുപ്പിനും വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെസ്റ്റിസൈഡ് മിക്കവാറും കൃഷിഭവന്റെ ശുപാർശയോട് കൂടെ തന്നെ പോയി വാങ്ങി നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡൈയമൈഡ് ഗ്രൂപ്പിലൊക്കെ പെട്ട കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള കെമിക്കൽസ് തന്നെയാണ്. പക്ഷേ അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 2 വർഷത്തോളമായിട്ട് ഈ കീടങ്ങൾ ഈ പറഞ്ഞ കെമിക്കൽസിനെതിരെ ശരിക്കും ഒരു റെസിസ്റ്റൻസ്, പ്രതിരോധം കാണിക്കുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ പോലും ഇവരുടെ ആക്ടിവിറ്റി അതിജീവിക്കാനുള്ള കഴിവ് ഉള്ളതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചത്. മറ്റ് കുറച്ചുകൂടി കെമിക്കൽസ് സേഫ് ആയിട്ടുള്ള സേഫർ ഗ്രൂപ്പിൽ പെട്ട കെമിക്കൽസ് തന്നെ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി അവയ്ക്ക് കോസ്റ്റ് കൂടുതലൊക്കെയാണ്. പിന്നെ അതിന്റെ അവൈലബിലിറ്റി കുറവ്, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് വേറെ ഒരു ആൾട്ടർനേറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമുക്ക് സത്യത്തിൽ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ടെക്നോളജി തന്നെയാണ്, പക്ഷേ അതിനെന്തുകൊണ്ട് ഈ ട്രൈക്കോ കാർഡുകളുടെ ഉപയോഗം നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്തുകൂടാ എന്ന് ഒരു തോന്നലുണ്ടാവുകയും അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. ഈ ട്രൈക്കോ എന്ന വാക്ക് അത് തന്നെ നമുക്ക് അത്രയ്ക്ക് സുപരിചിതമല്ലാത്തതാണ്. അപ്പം അതെന്താണെന്നൊന്ന് പറയാമോ? ഒരു ശത്രുപ്രാണിയും മിത്രപ്രാണികളും നമ്മളെ നെൽകൃഷി എന്നല്ല നമ്മുടെ ആവാസ വ്യവസ്ഥയിലുണ്ട്. അപ്പം ഈ പറഞ്ഞ തണ്ടുതുരപ്പന്റെയും ഓലച്ചുരുട്ടിപ്പുഴുവിന്റെയും ശത്രുപ്രാണികളും ഇതേപോലെ നമ്മുടെ ആവാസ വ്യവസ്ഥയിലുണ്ട്. അത്തരത്തിൽപ്പെട്ട 2 പ്രാണികളാണ് ട്രൈക്കോഗ്രമ്മ ജപ്പോണിക്കവും അതേപോലെ ട്രൈക്കോഗ്രമ്മ ചിലോണിസും. അതിൽ ട്രൈക്കോഗ്രമ്മ ജപ്പോണിക്കം എന്ന് പറയുന്നത് തണ്ടുതുരപ്പനെ എതിരെ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന പ്രാണിയും ട്രൈക്കോഗ്രമ്മ ചിലോണിസ് എന്ന് പറയുന്നത് ഓലച്ചുരുട്ടി പുഴുവിനെ നശിപ്പിക്കുന്ന പ്രാണിയുമാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഓരോ മണ്ഡലങ്ങൾ അവിടെ പറയാറുണ്ട്, പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്നൊക്കെ. അതായത് ഒന്നിനെ ഭക്ഷണമാക്കുന്ന രീതി. ആ ജീവിഗണത്തിൽപ്പെട്ടവ തന്നെയാണോ ഇവയും? അതെ. പക്ഷെ ഇവ നേരിട്ട് ജീവികളെ അല്ല ആഹാരമാക്കുന്നത്, ഇവര് അതിന്റെ മുട്ടയെ ആണ് ആക്രമിക്കുന്നത്. ഇതിന്റെ മുട്ടകളെ ആക്രമിച്ചിട്ട് അപ്പം സ്വാഭാവികമായിട്ടും അതിന്റെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാവുന്നുണ്ടാവില്ല, പക്ഷെ ഒരു പരിധിവരെ അതിന് ആക്രമണം കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇതുകൊണ്ട് എന്താണ് ഈ ട്രൈക്കോ കാർഡ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ട്രൈക്കോ കാർഡുകൾ എന്ന് പറയുമ്പോൾ ട്രൈക്കോഗ്രമ്മ ചിലോണിസിനെയും അതേപോലെ ട്രൈക്കോഗ്രമ്മ ജപ്പോണിക്കും നമ്മൾ പറഞ്ഞ 2 പ്രാണികളെയും മറ്റൊരു പ്രാണിയുടെ മുട്ടയിൽ വളർത്തിയിട്ട് അതിനെ നമ്മൾ ഒരു കാർഡിലേക്ക് പേസ്റ്റ് ചെയ്ത് ആ കാർഡ് നമ്മൾ കൊണ്ടുവന്ന് പാടത്ത് വെക്കുന്ന രീതിയാണ് ട്രൈക്കോ കാർഡുകൾ എന്ന് പറയുന്നത്. അത് ശരി. ഇപ്പൊ പറഞ്ഞു ചെറിയ മറ്റൊരു പ്രാണിയിലാണ് ഇവയുടെ മുട്ട വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇവയെ നിർമ്മിക്കുന്നതെന്നുള്ള പ്രോസസ്സ് ഒന്ന് പറയാമോ? ട്രൈക്കോഗ്രമ്മയെ നമ്മൾ വളർത്തിയെടുക്കുന്നത് ഒരു പ്രാണിയുടെ മുട്ടയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രാണി എന്ന് പറയുന്നത് റൈസ് മീൽമോത്ത്, അല്ലെങ്കിൽ നമ്മളെ ധാന്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ അരിയും ഒക്കെ എടുത്തു വെക്കുമ്പോൾ അതിനകത്ത് കുറച്ചു കാലം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന ഒരു കൂടുകെട്ടിപ്പുഴു ഉണ്ട്. ആ ടൈപ്പ് പുഴുവിനെയാണ് നമ്മൾ അതിൻ്റെ മുട്ടയിലാണ് ഇതിനെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ റൈസ് മീൽമോത്തിനെ വളർത്തിയെടുക്കണം. ആ റൈസ് മീൽമോത്തിനെ വളർത്തിയെടുക്കുന്നത് സാധാരണ ലബോറട്ടറിയിൽ നമ്മൾ ചെയ്യുമ്പം സാധാരണഗതിയിൽ ചെറുധാന്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതായത് മണിച്ചോളം, മക്കച്ചോളം അങ്ങനത്തെ ചെറിയ ധാന്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കാറുള്ളത്. അതിൽ ക്രഷ് ചെയ്ത കടലയും പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റും, നിലക്കടലയാണോ അല്ലെ നമ്മൾ സാധാരണ കറി വെക്കാൻ നിലക്കടല ഈസ്റ്റും ചേർത്തിട്ട് അതിനോട് കൂടെ തന്നെ ഇതിലെ കീടങ്ങൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആന്റിബയോട്ടിക് ഒരു ഇതും കൂടി ചേർക്കും. അതിന് പുറമെ ഗന്ധകം, സൾഫറും കൂടി നമ്മൾ ചേർക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ആ അടച്ചു വെക്കുന്നത് നമ്മൾ പുഴു ഉണ്ടാകാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എത്ര ദിവസത്തിനുള്ളിലാകും അത്? പുഴു പെട്ടെന്ന് തന്നെ ആയി തുടങ്ങും. പുഴു പല സ്റ്റേജിലായിട്ട് പുഴു വിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ ആ ഒരു പ്രാണിയായിട്ട് മാറുന്നത് ഒരു 40 ദിവസം ഒക്കെ എടുക്കുമ്പോഴാണ്. അപ്പൊ ഇതിനെ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ഒരു ഇത്ര ഡിഗ്രി സെൽഷ്യസ് താപം ക്രമീകരിക്കണം അങ്ങനെയൊക്കെ വേണ്ടി വരില്ലേ ഇതിന്റെ മുട്ട വിരിയാൻ വേണ്ടിയിട്ട്? അതെ, അത് നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ജീവിയാണ്. അപ്പൊ എപ്പോഴും നമ്മളൊരു റൂം ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതൊരു
28°C, ഒരു 2 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആർദ്രത, അന്തരീക്ഷ ആർദ്രതയും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതൊരു ഏറ്റവും നല്ലത് 75% അന്തരീക്ഷ ആർദ്രത ഉള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതി നമ്മൾ ലബോറട്ടറി ഒരു പ്രത്യേക റൂം ഇതിനായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനകത്താണ് ഈ സംഭവം സെറ്റ് ചെയ്യാറുള്ളത്. ഈ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒക്കെ സെറ്റ് ചെയ്ത് അതിൽ സ്റ്റാൻഡുകളൊക്കെ വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻഡ് പെയിൻസ് എന്തെങ്കിലും സ്റ്റാൻഡ് വെക്കുന്നത് എന്തെങ്കിലും ഒരു പാത്രത്തിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉറുമ്പ് കയറില്ല. അപ്പം അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു 40 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രാണികൾ വന്നു തുടങ്ങും. പിന്നെ ഈ പ്രാണികളെ നമ്മൾ കളക്ട് ചെയ്യണം. പല രീതിയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ വാക്യൂം ക്ലീനർ പോലത്തെ ഒരു അതിനകത്തേക്ക് കയറിയിട്ട് എന്നിട്ട് അതിൻ്റെ എക്സിറ്റ് നമ്മളൊരു മുട്ടയിടാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു പാത്രമുണ്ട്. ഒന്നുമില്ല, ചെറിയ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയൊരു ബക്കറ്റ് തന്നെയാണ്. അതിൻ്റെ സൈഡിൽ എയറേഷന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാകും. അതുപോലെ അതിൻ്റെ താഴ്ഭാഗത്തും അതുപോലുള്ളൊരു ഓപ്പൺ ആയിരിക്കും. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു സീവായിരിക്കും. ഇതിനകത്താണ് പിന്നെ പ്രാണികളെ നമ്മൾ വളർത്തുന്നത്. അപ്പോൾ പ്രാണികളെ വളരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കൊടുക്കേണ്ടി വരും. അതിനായിട്ട് നമ്മൾ 50% തേൻ മുക്കിയ കോട്ടൺ പഞ്ഞികളുണ്ടല്ലോ, അതായത് ഈ ലാർവ വിരിഞ്ഞ് പുറത്തു വന്ന പ്രാണികൾക്ക് അത് പൂമ്പാറ്റ പോലെ തന്നെയാണ് ഇരിക്കുക. അതെ അതെ അതെ, പൂമ്പാറ്റ പോലെ തന്നെ ഇരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിന് നമ്മൾ ഫീഡായിട്ട് ഈ പഞ്ഞിയിൽ ഇത് മുക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ തേൻ മുക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ പ്രത്യേകം ഡിസൈൻ ചെയ്ത പാത്രം എന്ന് പറഞ്ഞല്ലോ, അതിനകത്തേക്ക് നമ്മളൊരു നൂല് വഴി കെട്ടിയിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവിടുന്ന് മുട്ടയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ടല്ലേ ഈ തേനൊക്കെ കൊടുക്കുമ്പോൾ? അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എല്ലാ ദിവസവും കണ്ടിന്യൂസ് മോണിറ്ററിങ് ഇതിന് ആവശ്യമുണ്ട്. എല്ലാ ദിവസവും നമ്മൾ നോക്കേണ്ടി വരും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ അതിന് വേണ്ട പരിഹാര മാർഗ്ഗങ്ങളും ചെയ്യണം. പ്രത്യേകിച്ച് അന്തരീക്ഷ ആർദ്രതയും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനെ വളരെ അധികം ബാധിക്കുന്ന ഒരു സംഭവമാണ്. വേനൽക്കാലത്തൊക്കെ ഇത് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. നമുക്ക് എയർ കണ്ടീഷൻ സംവിധാനങ്ങൾ വേണം. അപ്പോഴേ ടെമ്പറേച്ചർ നമുക്ക് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഇതിന് ഈ പഞ്ഞി വഴി ഭക്ഷണം കൊടുത്തു. അതിന് മുട്ട കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ബക്കറ്റ് നമ്മളൊരു ബേസിനകത്താണ് വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ മുട്ട താഴേക്ക് വീഴും. അത് നമ്മൾ ഡെയിലി ബേസിൽ നമ്മൾ കളക്ട് ചെയ്ത് അതിനെ അരിച്ച് വൃത്തിയാക്കി ഈ മുട്ടകൾ മാത്രം നമ്മൾ എടുക്കും. മുട്ടകൾ മാത്രം നമ്മൾ എടുത്തിട്ട് ആ മുട്ടയാണ് നമ്മൾ ഈ പറയുന്ന കാർഡുകളിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവയ്ക്ക് എത്ര ആയുസ് ഉണ്ടാവും? ഈ പ്രാണികൾ ഏകദേശം ഒരു 4 മുതൽ 5 ദിവസം വരെയൊക്കെ അവർക്ക് അത്രേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് സ്ഥിരമായിട്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ ജീവികൾ വന്നുകൊണ്ടിരിക്കും. ഇതിന്റെ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ മുട്ടയുടെ കുറെ പ്രശ്നങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് അത് ചത്തുപോവുകയാണോ അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അവയെ നീക്കുവാണോ? അത് നീക്കം ചെയ്യും, നമ്മൾ സ്വാഭാവികമായിട്ടും പ്രകൃതിയിലേക്ക് വിടും. വേറെ ദോഷങ്ങളൊന്നും അതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നില്ല. ഇല്ല, അത് നമ്മൾ ഇതിലുള്ളതാണ്. മിക്കവാറും അത് ആ സമയമാകുമ്പോഴത്തേക്ക് ചത്തുപോകും. അപ്പോഴത്തേക്ക് നമ്മൾ അത് ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. ഓ, അത് ശരി. ഓക്കെ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഈ മുട്ടകൾ നമ്മൾ ഈ കാർഡുകളിലേക്ക് പേസ്റ്റ് ചെയ്യും. അപ്പോൾ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു സംശയമുണ്ട്, എങ്ങനത്തെ കാർഡാണ്, എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് എന്നൊക്കെ. അതെ, ഈ കാർഡുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ സാധാരണ ഒരു പ്രിന്റ് ചെയ്തെടുക്കുന്ന ഒരു കാർഡാണ്. പക്ഷെ അതിൻ്റെ സൈസാണ് അതിൻ്റെ പ്രാധാന്യം. അതിൽ 1 cc കാർഡുകൾ അങ്ങനെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഈ 1 cc എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ എന്നാണ് അല്ലേ? 1 cc കാർഡുകൾ എന്ന് പറയുന്നത് 10 ചെറിയ ഭാഗങ്ങളാക്കി ഭാഗിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഈക്വൽ ഭാഗങ്ങളാക്കി ഭാഗിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇതിനകത്ത് യൂണിഫോം ആയിട്ടാണ് പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 cc കാർഡ് മാത്രമായിരിക്കില്ല. അങ്ങനെ 1 cc ചേർന്ന നമ്മൾ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു 6 എണ്ണം ചേർന്നിട്ടുള്ള ഒരു കാർഡാണ് നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അതിന് ഒരേ പ്രോസസ്സിലാണ് എല്ലാം ചെയ്യാറുള്ളത്. അതിലേക്ക് യൂണിഫോം ആയിട്ട് പശ തേച്ച് അതിനകത്തേക്ക് ഈ മുട്ട തരിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആയി കിട്ടും. അല്ലാതെ കിടക്കുന്ന എഗ്ഗ് ഉണ്ടാകാം. അതൊക്കെ നമ്മളൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് നീക്കം ചെയ്ത് വൃത്തിയാക്കി വെക്കും. അതാണ് നമ്മൾ ഫസ്റ്റത്തെ പ്രോസസ്സായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവയെ UV ലൈറ്റിൽ വെക്കണം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ. അതെന്തിനാണ്? അത് ഈ വിരിയാതിരിക്കാനാണ്. ആ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാണിയാണല്ലോ പുറത്തു വരിക. നമുക്ക് ആ പ്രാണിയല്ലല്ലോ വേണ്ടത്. നമുക്ക് നമ്മളുടെ ട്രൈക്കോഗ്രാമയെ വളർത്തിയെടുക്കാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ UV ചേമ്പറിൽ നമ്മൾ വെക്കും. ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എംബ്രിയോ നശിച്ചിരിക്കും. അങ്ങനെ അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് എടുത്ത കാർഡിനെ നമ്മൾ ട്രൈക്കോഗ്രമ്മ വന്ന് ഇതിനകത്ത് മുട്ടയിടണം. അതിന് വേണ്ട സംവിധാനമാണ് അടുത്ത് ചെയ്യേണ്ടത്. അതിനായിട്ട് അതായത് കാർഡിൽ ഇപ്പോൾ എഗ്ഗ് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുട്ട വെച്ചു, അതിന് UV ലൈറ്റിൽ വെച്ചിട്ട് അതായത് UV ലൈറ്റ് അത് നശിപ്പിച്ച് കളഞ്ഞു. ഇനി അതിനെ ട്രൈക്കോഗ്രമ്മ ഉപയോഗിച്ച് പരാതീകരിക്കണം. അതാണ് അടുത്ത പ്രോസസ്സ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രൈക്കോഗ്രമ്മയുടെ തന്നെ വിരിയാറായ ഇതേ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുത്ത ട്രൈക്കോ കാർഡുകൾ ഉണ്ടാകും. നമ്മൾ ഫീൽഡിൽ വെക്കാതെ അതിന് പകരം
അവയെ നമ്മൾ ന്യൂക്ലിയസ് കാർഡുകളായിട്ട് ഈ പ്രോസസ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ കാർഡുകൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 6:1 എന്നുള്ള അനുപാതത്തിലാണ് ഈ കാർഡുകൾ വെക്കുന്നത്. അതായത് 6 ഭാഗം പുതിയ ട്രൈക്കോ കാർഡുകൾക്ക് 1 ഭാഗം ന്യൂക്ലിയസ് കാർഡ്, അങ്ങനെ വെച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് സ്റ്റേപ്പിൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1-2 ദിവസം കൊണ്ട് തന്നെ ഈ നിലവിലുള്ള ന്യൂക്ലിയസ് കാർഡിൽ നിന്ന് ജീവി പുറത്തിറങ്ങുകയും അവ മീറ്റിംഗ് കഴിഞ്ഞ് മുട്ട ഇടാൻ വേണ്ടി റെഡിയാവുകയും ചെയ്യും. മുട്ടയിടാൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ട്രൈക്കോ കാർഡിൽ ഉള്ള നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുള്ള മുട്ടയിൽ അവ വന്ന് മുട്ടയിടുകയും പിന്നെ അതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് അതിൽ നടന്നോളും. അങ്ങനെ ഒരു 4 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പരാദീകരണം കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് സാധാരണ നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതെ, അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം സാധാരണഗതിയിലുള്ള ഒരു റൈസ് മീൽമോത്തിൻ്റെ എഗ്ഗ് നമ്മൾ പേസ്റ്റ് ചെയ്ത എഗ്ഗിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മഞ്ഞ കളറായിരിക്കും, വൈറ്റ് മഞ്ഞ കളറാണ് ഉണ്ടാവുക. പക്ഷേ പരാദീകരണം നടന്നു കഴിഞ്ഞാൽ അവയ്ക്ക് കളർ ചേഞ്ച് വന്ന് ബ്ലാക്ക് കളറായിട്ട്, കറുത്ത കളറായിട്ട് മാറും. അതെ, അപ്പം ആ കറുത്ത കളറ് യൂണിഫോമായിട്ട് വന്നോ എന്നുള്ളത് ഇതിൻ്റെ ക്വാളിറ്റിയുടെ കൂടി ഒരു ഭാഗമാണ്. ഒരു കർഷകനെ സംബന്ധിച്ച് ഒരു കർഷകൻ വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് യൂണിഫോമായിട്ട് ഈ കറുപ്പ് കളർ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ചിലപ്പം ഒരുപക്ഷെ പല കാരണം കൊണ്ട് അങ്ങനെ പരാദീകരണം പൂർണ്ണമാവാതെ വരാറുണ്ട്. അത് പ്രധാനമായിട്ടും പശ തേക്കുന്ന സമയത്തൊക്കെ പശ കൂടുതലാവുകയോ മറ്റോ സംഭവിക്കുമ്പോഴാണ് പ്രധാനമായിട്ടും പരാദീകരണം പൂർണ്ണമായിട്ട് വരാതിരിക്കാറുള്ളത്. അപ്പം അതെന്നിട്ട് എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ കർഷകരിലേക്ക് അത് എത്തിക്കുക? ഒരു 3-4 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3-4 ദിവസം കൊണ്ട് പരാദീകരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള റൂം ടെമ്പറേച്ചറിൽ നമുക്ക് അധികം ദിവസം വെക്കാൻ പറ്റില്ല. അത് ഓരോ ദിവസം കൊണ്ടോ മാക്സിമം 2 ദിവസം കൊണ്ട് അത് വിരിഞ്ഞ് പുറത്തിറങ്ങാനുള്ള ടെൻഡൻസിയാണ് കാണിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ റെഫ്രിജറേറ്ററിൽ 10 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 ദിവസം വരെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. സാർ പറഞ്ഞല്ലോ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മുട്ട വിരിഞ്ഞ് ജീവി പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഈ പൂമ്പാറ്റ വർഗത്തിൽപ്പെട്ട ജീവികൾ തന്നെയാണ് അല്ലേ? അല്ല, അത് പൂമ്പാറ്റ വർഗത്തിൽപ്പെട്ട ജീവിയല്ല, അത് വേറൊരു കടന്നലിന്റെ വർഗത്തിൽപ്പെട്ട ജീവിയാണ് ഈ ട്രൈക്കോഗ്രമ എന്ന് പറയുന്നത്. ഓക്കെ, കടന്നലിന്റെ വർഗത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇത് എത്ര ദിവസം വരെ നമുക്കൊരു കർഷകൻ ഇപ്പൊ കൊണ്ടുപോവുകയാണെങ്കിൽ സൂക്ഷിക്കാൻ പറ്റും? ഓപ്പൺ കണ്ടീഷനിൽ നമുക്ക് അധിക ദിവസം വെക്കാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് വിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു റെഫ്രിജറേറ്ററിലാണെന്നുണ്ടെങ്കിൽ 20 ദിവസം വരെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണം. ഒന്നെങ്കിൽ അങ്ങനെ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. അതായത് നമ്മൾ കാറിലൊക്കെ ആണെങ്കിൽ AC കിട്ടാൻ നമുക്ക് കൊണ്ടുപോയാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ എത്തിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാർഡുകൾ നമ്മൾ അതിന് കണക്കാക്കിയിട്ട് ഒരു ദിവസം മുന്നേ ഉള്ള കാർഡുകൾ നമ്മൾ കൊടുക്കും. അപ്പം ഒരു ദിവസത്തെ ട്രാവലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കർഷകർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ അധികം ദൂരത്തേക്ക് നമുക്കിത് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ട്രൈക്കോ കാർഡുകൾ നിർമ്മിക്കുന്നത് നമുക്ക് എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം സാർ ഇപ്പോൾ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് കർഷകരിലേക്ക് എത്തിക്കാൻ കഴിയാതെ ഇരിക്കുക എന്നൊരു കാര്യം, അത് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആണല്ലോ. നമുക്കപ്പോൾ എല്ലാ കൃഷി കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ കൂടുതലായിട്ട് കർഷകരുള്ളിടത്ത് ഇതിൻ്റെ ഒരു നിർമ്മാണ സ്ഥാപനം ആവശ്യമാണ് അല്ലേ? അതെ, ശരിക്കും അങ്ങനെ ഒരു ഇതുണ്ട്. എന്നാലേ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ സാധനം കിട്ടുകയുള്ളൂ. പിന്നെ മാത്രമല്ല നമുക്ക് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്രോസസ്സിൽ ഇപ്പോൾ നമ്മൾ പല ലോട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാകാം. അതിൽ ഒരു ലോട്ടെങ്കിലും ഫെയിലിയർ ആയി കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സെൻറ്ററുകൾ ഉണ്ടാവുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നിലവിൽ ഇപ്പോൾ എവിടെയൊക്കെയാണ് ഈ ട്രൈക്കോ കാർഡുകൾ നിർമ്മിക്കുന്നത്? നിലവിൽ ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ബയോ കൺട്രോൾ ലാബ് മണ്ണുത്തിയിലാണ്. അവിടെ സ്ഥിരമായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്. അവർ നേരത്തെ ഓർഡർ സ്വീകരിച്ച് വിതരണം ചെയ്യാറുമുണ്ട്. പിന്നെ അതല്ലാതെ മറ്റ് ലോക്കലൈസ്ഡ് ആയിട്ട് പല കേന്ദ്രങ്ങളും ഉണ്ട്. കാർഷിക സർവകലാശാലയുടെ തന്നെ പല കേന്ദ്രങ്ങളിലും ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രമായിട്ട് സഹകരിച്ചുകൊണ്ട് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയും നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടും കൂടിയാണ് നമ്മളിവിടെ ഈ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത്. ഇതോടുകൂടെ തന്നെ മലപ്പുറം ജില്ലയിൽ മറ്റ് 4 യൂണിറ്റുകളും കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് വളാഞ്ചേരിയിലുള്ള എടയൂർ കൃഷിഭവനോട് ചേർന്നിട്ട് യൂണിറ്റ് ഉണ്ട്. പിന്നെ അങ്ങാടിപ്പുറം അഗ്രോ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങാടിപ്പുറത്തൊരു യൂണിറ്റ് ഉണ്ട്. പിന്നെ തവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലും ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ 4 യൂണിറ്റുകൾ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുറേ പ്രോസസ്സിലൂടെയാണ് ഇത് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് എത്തുന്നതെന്ന് സാർ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിന് ഒരുപാട് ആൾക്കാരുടെ പ്രയത്നത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ ഇതിന് വേണ്ടിയിട്ടൊക്കെ? തീർച്ചയായും ഒരുപാട് പ്രയത്നം ആവശ്യമുള്ളൊരു സംഗതിയാണ്. പ്രയത്നം മാത്രമല്ല, ഒരു സ്കില്ലും കൂടിയാണ് ഇത് ചെയ്തു വരുന്നതൊക്കെ. അതിന് ട്രെയിനിങ് നമുക്ക് അഗ്രോ സർവീസ് സെൻ്ററിൻ്റെ ഭാഗമായിട്ട് 5 തൊഴിലാളികൾക്ക് ഈ തരത്തിലുള്ള ട്രെയിനിങ് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ ഒരു കാർഡ് ഒരു കർഷകനിലേക്ക് എത്തിയെന്നിരിക്കട്ടെ, അതെങ്ങനെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ വയലിൽ അത് ഉപയോഗിക്കേണ്ടത്? അത് നമ്മൾ വെക്കേണ്ടത് 5 cc കാർഡുകൾ 1 ഹെക്ടർ സ്ഥലത്തേക്ക്, അതായത് 2.5 ഏക്കർ സ്ഥലത്തേക്ക് 5 cc കാർഡുകളാണ് നമ്മൾ വെക്കേണ്ടത്. ഒരു cc കാർഡ് എന്നുള്ളത് ഞാൻ നേരത്തെ വിശദീകരിച്ചിരുന്നു. അത് 10 ഭാഗങ്ങളായിട്ടാണ് ഉണ്ടാവുക. അതിനെ നമ്മൾ മുറിച്ച് പാടത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് വെക്കുന്നത് പല രീതിയിൽ വെക്കാം. ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നല്ല മഴയൊക്കെ ഉള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉചിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്പോസിബിൾ കപ്പ് ഉണ്ടല്ലോ, പേപ്പർ കപ്പ്, അതിനകത്ത് ഇത് സ്റ്റേപ്പിൾ ചെയ്തിട്ട് അതിനെ ഒരു നൂലിൽ കോർത്ത് ഒരു വടിയിൽ എന്തെങ്കിലും കെട്ടി പാടത്തിൽ വെക്കാം. പക്ഷെ അത് വെക്കുമ്പം എപ്പോഴും നമ്മൾ നെൽച്ചെടിയുടെ അതേ ഉയരത്തിൽ, ഏകദേശം അതേ ഉയരത്തിൽ വരുന്ന രീതിയിലേക്ക് താഴ്ത്തി വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓലക്കാലുകളിൽ ഇത് നീണ്ട ഓലക്കാലുകളിൽ ഇത് ചാപ്പിൾ ചെയ്തിട്ട് അതും ഇതേപോലെ നമുക്ക് പാടത്ത് വെക്കാം. ഇനി അത് കുറച്ചുകൂടി വലിപ്പം വെച്ച ചെടികളാണെന്നുണ്ടെങ്കിൽ, നെൽച്ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ നെല്ലോലകളിൽ തന്നെ സ്റ്റാപ്പിൾ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. നെൽച്ചെടിയുടെ ഏത് പ്രായത്തിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്? അതായത് ഒരു വിളവെടുപ്പിനുള്ളിൽ എത്ര തവണ നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും? സാധാരണഗതിയിൽ നെല്ല് 2 രീതിയിൽ നമുക്ക് വളർത്താം. ഒന്ന് വിതച്ചിട്ടും ഒന്ന് ഞാറ് നടുന്ന രീതിയിലും. അപ്പം ഞാറ് നടുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാറ് നട്ട് 10 മുതൽ 15 ദിവസത്തിനകത്താണ് ആദ്യത്തെ കാർഡ് നമ്മൾ വെക്കേണ്ടത്. വേരൊക്കെ ഇറങ്ങി ചെടി ഒന്ന് ഉഷാറായി വരുന്നൊരു സമയമാണ്. അതെ. ആ സമയത്താണ് പൊതുവെ ഇതിന്റെ ഈ കീടത്തിന്റെ ആക്രമണം കണ്ടു തുടങ്ങുക. അത് നമ്മൾ പറയുന്നുണ്ട്, ഈ 10 മുതൽ 15 ദിവസത്തിന് ഇടെ അല്ലാതെ ചിലപ്പോൾ ഒരു പക്ഷേ അതിന് മുന്നേ ഈ പ്രാണിയുടെ ആക്രമണം കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാണി വിരിഞ്ഞിറങ്ങുമ്പോൾ അതിന് നേരെ മുട്ടയിടാൻ പറ്റിയ മുട്ടകൾ ഈ പാടത്ത് വേണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മറ്റേ കീടത്തിൻ്റെ ആക്ടിവിറ്റി ഉള്ള സമയത്ത് നമ്മൾ വെക്കാൻ വേണ്ടി പറയുന്നത്. അതിനുശേഷം തുടർന്ന് 10 ദിവസം ഇടവേളകളിൽ നമ്മളൊരു 5 മുതൽ 6 തവണ ഒരു നെൽച്ചെടിയുടെ സീസണിൽ നമ്മൾ വെക്കേണ്ടതായിട്ട് ഉണ്ട്. വിതയാണെങ്കിലോ? വിതച്ചതാണെന്നുണ്ടെങ്കിൽ 25 ദിവസം കഴിഞ്ഞ്, വിത കഴിഞ്ഞ് 25 ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ കാർഡ് വെക്കേണ്ടത്. അല്ലെങ്കിൽ പ്രാണിയുടെ ആക്രമണം കണ്ടു തുടങ്ങുന്ന സമയങ്ങളിൽ. എന്നിട്ട് ഇതേപോലെ തന്നെ 10 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ ഒരു സീസണിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു കാർഡ് ഉപയോഗിച്ച് 10 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത കാർഡ്. അതെ. അപ്പോൾ ഇത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പോൾ ഒരു രാസവളം ഇട്ടതാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെസ്റ്റിസൈഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു വയലാണ് എങ്കിൽ അവിടെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വേറെ എന്തെങ്കിലും മരുന്ന്, രാസവളത്തിന് പ്രശ്നമൊന്നുമില്ല, രാസ കീടനാശിനികൾ എന്തെങ്കിലും ഉപയോഗിച്ചതാണെന്നുണ്ടെങ്കിൽ, കളനാശിനിയൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെ, കളനാശിനിയോ കുമിൾനാശിനിയോ കീടനാശിനിയോ എന്തെങ്കിലും ഉപയോഗിച്ച പാടമാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെപ്പോഴും ഒരു 10 മുതൽ 15 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് വേണം. അതായത് നമ്മൾ കാർഡ് വെച്ച് ഒരു 10 മുതൽ 15 ദിവസത്തെ, അല്ലെങ്കിൽ കീടനാശിനി തളിച്ച് ഒരു 10 മുതൽ 15 ദിവസം കഴിഞ്ഞ ശേഷമേ കാർഡ് വെക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ടിവിറ്റി അത്ര തന്നെ ഉണ്ടാവില്ല. വിരിഞ്ഞിറങ്ങുന്നവർ അത്ര തന്നെ ആക്റ്റീവ് ആവാൻ സാധ്യതയില്ല. ട്രൈക്കോ കാർഡിൽ മുട്ടകളാണല്ലോ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വിരിഞ്ഞിട്ട് വരുന്ന ആ പുതിയ ലാർവയെ നമുക്ക് കാണാനായിട്ട് കഴിയുമോ? ഇല്ല, അത് നമുക്കെന്താ വെച്ചാൽ ഈ ട്രൈക്കോ ഗ്രമ്മ എന്ന് പറയുന്ന ജനുസിൽപ്പെട്ട ജീവികളൊക്കെ വളരെ ചെറിയ, അതായത് ഒരു 0.2 mm മുതൽ 1.5 mm മാത്രം വരെ സൈസുള്ള, ഓരോന്നും വേരി ചെയ്യാം, സൈസുള്ള വളരെ ചെറിയ ജീവികളാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ അവർ വിരിഞ്ഞിറങ്ങി അവരുടെ ആക്ടിവിറ്റി അവിടെ നടക്കും, സ്വാഭാവികമായിട്ട് അവിടെ നടക്കും. അത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശത്രുജീവികളുടെ എണ്ണം അവിടെ കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് ഇതിന്റെ പ്രസൻസ് നമുക്ക് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് ശരി. ശരിക്കും പറഞ്ഞാൽ ആ ലാർവകളെ നശിപ്പിക്കുന്ന ചെറിയ പുഴുക്കളെന്ന് പറയാനല്ല, കടന്നൽ വർഗ്ഗത്തിൽപ്പെട്ട ജീവികളാണ്. ഓക്കെ. ഏതൊരു വിളയെ എന്ത് രോഗം ബാധിച്ചാലും അല്ലെങ്കിൽ വിളവിന് എന്തെങ്കിലും കുറവ് ഉണ്ട് എങ്കിൽ പോലും ഒരു കർഷകൻ നേരെ തൊട്ടടുത്തുള്ള അവന് ലഭ്യമാകുന്ന വളങ്ങളുടെ അല്ലെങ്കിൽ കീടനാശിനികളുടെ ഷോപ്പിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഇന്നതാണ് അസുഖം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നമുക്ക് മരുന്ന് വാങ്ങിക്കൊണ്ടെന്ന് തളിക്കുന്ന ഒരു രീതിയാണല്ലോ പൊതുവെ കാണുന്നത്. അപ്പം ഇത് കർഷകരിലേക്ക് എത്തിക്കാനായിട്ട് ഇതുപോലുള്ള ചെറുകിട വ്യവസായികളെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമില്ലേ? കർഷകർക്ക് ഒരു ബോധവൽക്കരണം നൽകേണ്ടത് ആവശ്യമില്ലേ? അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. നമ്മൾ വർഷങ്ങളായിട്ട് അങ്ങനെ ബോധവൽക്കരണം നൽകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളൊരിക്കലും നേരിട്ട് ഒരു രാസവള കടക്കാരൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റ് അതുപോലുള്ള ഡീലേഴ്സിൻ്റെ അടുത്തോ ചെന്ന് നമ്മൾ പ്രശ്നം പറഞ്ഞ് മരുന്ന് വാങ്ങിക്കുന്ന രീതിയെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും പറയുന്നത്, ഒരു പ്രശ്നമുണ്ടെങ്കിൽ തൊട്ടടുത്ത കൃഷിഭവനെയോ അല്ലെങ്കിൽ കൃഷി ഉദ്യോഗസ്ഥരെയോ ബന്ധപ്പെട്ട് അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം മാത്രം വേണ്ട
മാർഗ്ഗങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു സംയോജിത കീടനിയന്ത്രണം എന്ന് പറഞ്ഞ ഒരു രീതിയാണ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടി എപ്പോഴും പറയുന്നത്. അതായത് കീടനിയന്ത്രണത്തിന് പല പല മേഖലകളുണ്ട്. അപ്പം നമുക്കൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടുമുറ്റത്തുള്ള ഒരു പച്ചക്കറിക്ക് ഒരു പുഴു വന്നു. പുഴു വന്നാൽ ആ പുഴുവിൻ്റെ ആക്രമണം ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു കവർ കെട്ടി കൊടുക്കുന്നതാണ്. അതൊരു ഏറ്റവും ചെറിയൊരു മാർഗ്ഗമാണ്. ചിലപ്പം അത് മാത്രം മതിയാകുമായിരിക്കാം ഒരു പക്ഷേ ആ പ്രാണിയെ ഇല്ലാതാക്കാൻ. അതിന് ഒരു കീടനാശിനി തളിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കൾച്ചറൽ കൺട്രോൾ എന്ന് പറയുന്ന വേറെ മാർഗ്ഗങ്ങളുണ്ട്. അതായത് നമ്മളെ തോട്ടത്തിൽ ഒരു വിള ഉണ്ടാക്കി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വഴുതന നമ്മൾ കൃഷി ചെയ്തു. വഴുതന കൃഷി ചെയ്ത് അടുത്ത വിളയായിട്ട് നമ്മൾ മുളക് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ രണ്ടും ഒരു കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഒന്നിനുള്ള അസുഖങ്ങളും മറ്റതിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നേരെ മറിച്ച് അതിന് പകരം നമ്മൾ അവിടെ ഒരു വെള്ളരി വർഗ്ഗ വിള വേറെ ഏതെങ്കിലും നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ അസുഖം കുറച്ചുകൂടി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ സംയോജിത കൃഷിക്കും പ്രാധാന്യമുണ്ട്. അതൊരു തരം രീതിയാണ്. അതിനെ നമ്മൾ പൊതുവെ പറയുന്നത് കൾച്ചറൽ കൺട്രോൾ എന്നുള്ള രീതിയിലാണ്. പിന്നെ വരുന്നൊരു രീതിയാണ് ഈ ബയോളജിക്കൽ കൺട്രോൾ, നമ്മളിപ്പം പറഞ്ഞ ജൈവിക നിയന്ത്രണം എന്ന് പറയുന്നത്. അതിൽ അതായത് ഒരു ജീവിയുടെ ആവാസ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരു ജീവിക്ക് ശത്രു പ്രാണികളും മിത്രപ്രാണികളും നമ്മൾ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ശത്രുജീവികളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ആ ശത്രുജീവികളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എണ്ണം, ഈ കീടത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സംഗതി കാണാറുണ്ട്. അപ്പം അതാണ് നമ്മൾ ബയോളജിക്കൽ കൺട്രോൾ എന്ന് അല്ലെങ്കിൽ ജൈവിക നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിൽ മാത്രമേ നമ്മളെപ്പോഴും കീടനാശിനികൾ പ്രയോഗിക്കാൻ വേണ്ടി നമ്മൾ ശുപാർശ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ കൃഷി വിദഗ്ധരോടോ അഡ്വൈസ് ചോദിച്ച ശേഷം ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നത്. ജൈവ കീട നിയന്ത്രണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ കൃഷിവിളയെയും നമ്മുടെ മണ്ണിനെയും നമുക്ക് എന്നും സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ടതും വരും തലമുറയ്ക്കായി അത് കൈമാറേണ്ടതുമാണ്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികത നമുക്കൊരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് കഴിയില്ല. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് ഈ ജൈവ കീടനിയന്ത്രണ ഉപാധികൾ. അതിൽ നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എനിക്ക് തോന്നുന്നു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ട്രൈക്കോ കാർഡുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷിഭവനുകളിലും കർഷകർക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ അവ നമുക്ക് എത്തിക്കാനുള്ള സംവിധാനം വേണ്ടപ്പെട്ടവരിൽ നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് അങ്ങനെ തന്നെ ആയിരിക്കും വേണം. കർഷകർക്ക് കൂടുതൽ അതേക്കുറിച്ച് അറിയാനുള്ളൊരു സംവിധാനവും കൂടെ കൃഷിഭവനിൽ നിന്നുള്ള ഇടപെടലുകളിലൂടെയൊക്കെ നമുക്ക് എത്തിക്കാനായിട്ട് കഴിയും. അപ്പം സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം അതുവഴി ഈ ട്രൈക്കോ കാർഡുകൾ കൂടുതലും കർഷകരിലേക്ക് എത്തിക്കാനും നമ്മുടെ ഈ നെല്ലിനെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താനും കഴിയും. അപ്പോൾ ഇത്ര നേരം സാർ വളരെ വിശദമായി തന്നെ എന്താണ് ട്രൈക്കോ കാർഡെന്നും എങ്ങനെ നമുക്കത് ലഭ്യമാകുമെന്നും അതിൻ്റെ രീതികളെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി തന്നെയാണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കളോട് സംസാരിച്ചത്. അപ്പോൾ ഒരുപാട് സന്തോഷം, നന്ദി. താങ്ക് യു. നെൽകൃഷിയിൽ ട്രൈക്കോ കാർഡിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ നിർമ്മാണത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ കൃഷി ഓഫീസർ മൃദുൽ വിനോദ്. വയലും വീടും.